ഹലോ. അപ്പോൾ ഞാനും ആശയും കൂടിയിട്ട് ഇന്ന് വന്നുള്ളത് നമ്മുടെ സ്ഥിരം പാർലറാണ്. ഇവിടെ വന്ന ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. വികാസേട്ടൻ്റെ സ്വന്തം പാർലറായ VKS ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ലോഞ്ചിലാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. എനിക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇൻറ്റീരിയൽ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ എവിടെ ഒരു രാജകൊട്ടാരത്തിൽ പോയ പോലെയാണ്. നമുക്ക് അവിടുത്തെ ട്രീറ്റ് ആണെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും. ആഷി ഫസ്റ്റ് കയറി മുടി വെട്ടാൻ വേണ്ടി ഇരുന്നു. ആഷിക്ക് ഇവിടുത്തെ ഹെയർ സ്റ്റൈലും അതേപോലെ ബിയേഡ് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആഷി അധികം പ്രിഫർ ചെയ്യുന്നത് വികാസേട്ടൻ്റെ ഈ പാർലറിനെയാണ്. ഇവിടുത്തെ പാർലറിൻ്റെ ഒരു ഇൻറ്റീരിയൽ ഡിസൈനിങ്ങും അവരുടെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആവണമെന്നതിലൊക്കെ ഈ പാർലറിൽ പോയാൽ മതി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബ്രൈഡുകളെ ഒരുക്കുന്ന ഒരു മുറി. ശരിക്കും ലൈക്ക് ഒരു റോയൽ ടൈപ്പായിട്ടാണ് അവർ സർവീസ് കൊടുക്കുന്നത്. ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ മിററിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതേപോലെ ഇവിടുത്തെ ഓരോ എന്താ പറയുക വർക്കുകളും ഇവിടുത്തെ ഓരോ ഇതും അടിപൊളിയാണ്. ആഷിത ഹെയർ സ്റ്റൈൽ ഏകദേശം ഫിനിഷിംഗ് ആയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് എൻ്റെ കൈ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി. എനിക്ക് ഇവിടുത്തെ വാക്സിങ്ങും സൂപ്പറാണ് കേട്ടോ. മറ്റുള്ള പാർലറിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഇവിടുത്തെ വാക്സിങ് അടിപൊളിയാണ്. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര നന്നായിട്ട് സമയം പോണതേ അറിയില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പാർലറും കൂടിയാണ്. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാനും ആശയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. ഇനി ബാക്കി പിന്നീട്.